welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about natural numbers and its classification. Natural numbers in classification aya prime numbers ne pattiyum composite numbers ne pattiyum നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. പ്രൈം നമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾസും അതുപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന പ്രൊസീജിയറുമായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ട ഒരു തിയറത്തിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം. ആ പേര് പോണത് തന്നെ യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർട്ടിക്കുലർ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഫാക്ടറൈസേഷൻ അതുമായിട്ട് റിലേറ്റപ്പെട്ട തിയറമാണ് എന്ത്? യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറയുന്നത്. അതായത് എന്താ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം പറയുന്നതെന്ന് നോക്കാം. The prime factorization of a natural number is unique except for the order of the factors. എന്താ പറയുന്നത്? നമുക്ക് ഒരു നമ്പറിന് ഏതൊരു കോമ്പോസിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ കോമ്പോസിറ്റ് നമ്പറിന് ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ എഴുതുന്ന പ്രൈം ഫാക്ടറൈസേഷൻ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്തായിരിക്കും എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യുണീക്ക് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ ഫാക്ടേഴ്സ്. എഴുതുന്ന ഫാക്ടേഴ്സിൻ്റെ ഓർഡറിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതർവൈസ് ആ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ നാച്ചുറൽ നമ്പർ പ്രൈം ഫാക്ടറൈസേഷൻ എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അതായത് അത് എന്താ യൂണിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. ഒരിക്കലും അതിന് ആ പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനകത്ത് വരുന്ന പ്രൈം നമ്പേഴ്സിന് ഒരിക്കലും എന്ത് കാണില്ല? മാറ്റം ഉണ്ടാവില്ല. എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ നമ്പേഴ്സ്. ആ പ്രൈം നമ്പേഴ്സിൻ്റെ ഓർഡറിന് ഫാക്ടേഴ്സായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ഓർഡറിന് ചിലപ്പോൾ എന്തുണ്ടാകാം? വ്യത്യാസം ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ആണോ നമ്മളുടെ പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ആ പ്രൈം ഫാക്ടേഴ്സ് എല്ലായ്പ്പോഴും ഏത് രീതിയിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ആ എല്ലാ പ്രൈംസിനെയും ആ പ്രൈം ഫാക്ടറൈസേഷനകത്ത് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. That is, the prime factorization of a natural number is unique except for the order of the factors. ഫാക്ടേഴ്സിൻ്റെ ഓർഡറിനുണ്ടാകുന്ന വ്യത്യാസം ഒഴിച്ചാൽ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ എപ്പോഴും എന്തായിരിക്കും എന്ന് പറയുന്നത്? യുണീക്ക് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു നാച്ചുറൽ നമ്പർ 32,760 ഈ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുന്നത്? LCM റെപ്രസെൻറ്റേഷൻ കൊടുക്കും. ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഈവൻ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് പ്രൈം ഏതാണ്? 2 ആണ്. Therefore it is 2. So again it's an even number, so we can divide it by 2. 8 2s are 16, 1 2s are 2, 1 balance 9, 0. Again it is an even number. Now 2, 4 2s are 8. 1 എന്ന് പറയുന്നത് 2-നേക്കാൾ ചെറിയ നമ്പറാണ്. സോ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. 1-നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? 2-ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1 ഈസ് ലെസ് ദാൻ 2. സോ നമ്മൾ അവിടെ എന്ത് കൊടുത്തു? 0 കൊടുത്തു. എന്നിട്ട് എന്തെടുക്കണം? 19 എന്നുള്ള നമ്പറിനെ എടുക്കണം. Therefore 19 നമ്മൾ എടുക്കുമ്പോൾ 9 2s are 18, 1 balance hence 5. ഇത് നമ്മൾ നോക്കുക. ഈ നാച്ചുറൽ നമ്പറിനെ സംബന്ധിച്ച് ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 ആണ്. അപ്പോൾ 5 നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 2 കൊണ്ട് പറ്റില്ല അല്ലേ. 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 9 5 + 4 is 9, 9 + 9 is 18. Therefore 18 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. Therefore the least prime that can divide this number is 3. So 3, 1 3s are 3, 1 balance, 3 3s are 9, 5. Again 3 + 1 is 4, + 6 is 10, + 5 is 15. Again we can divide it by 3. Now 4 3s are 12, 5 3s are 15, again 5. Now 5 + 5 is 10, 10 + 4 is 14. 14 is not divisible by 3. Hence we can't divide 455 by using the prime number 3. So 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല. നെക്സ്റ്റ് we can use 5. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
therefore 5, 9 5s are 45 and 1 balance അല്ലേ. ഇനി നോക്കാം, ഈ നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 91 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, അഗെയിൻ 5 എന്ന് പറഞ്ഞാൽ പ്രൈം കൊണ്ട് പറ്റില്ല. നൗ വി ക്യാൻ യൂസ് 7 ഒന്ന് നോക്കാം. 7 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 7s are 7, again 2 balance, 3 7s are 21. At last 13 ഒരു പ്രൈം നമ്പർ ആണ്. സോ ഇനി നമുക്ക് എന്തില്ല, ഇതിനകത്ത് ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് പറയാം, 32,760 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം? 2 എത്ര തവണയുണ്ട്? 2 × 2 × 2. 2 3 times, therefore 2 cube into 3 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 2 ടൈംസ് ആണ്. therefore 3 square into 5 into 7 into 13. സോ 32,760 എന്ന് പറയുന്ന നമ്പറിനെ സംബന്ധിച്ച് ഈ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂണിക് ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിന് നമുക്ക് ഇങ്ങനൊരു പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അതായത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നാച്ചുറൽ നമ്പർ ഇസ് യുണീക്ക് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ആ എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഇവിടെ ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ മറ്റൊരു പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് ഈ നമ്പർ എനിക്ക് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ വ്യത്യാസം വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? ഓർഡർ ഓഫ് ദിസ് പ്രൈംസ്. ആ പ്രൈം എടുത്തേക്കുന്ന ഓർഡറിന് പ്രൈം നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ 2 × 3 പിന്നെ 5 പിന്നെ 7 പിന്നെ 13 അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ 2 3 5 7 and 13 ആ നമ്പേഴ്സിൻ്റെ ഓർഡറിന് എന്ത് വരാം? വ്യത്യാസം വരാം. അതല്ലാതെ ഈ നമ്പറിന് നമുക്ക് ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയെങ്കിൽ ആ ഓർഡറിൻ്റെ വ്യത്യാസം എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 4095 എന്ന് പറയുന്ന ഈ നമ്പറിനെ എനിക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത പ്രൊസീജിയറാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അറ്റ് ദ സെയിം ടൈം ഇതേ നമ്പർ എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ ആ രീതി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ട് നമുക്ക് നോക്കാം. 2ന് പകരം ഈ നമ്പർ ഞാൻ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 5. സോ ഹിയർ 8 5s are 40, 1 5s are 5, balance 4, 9 5s are 45. കണ്ടോ? സോ ഇനി നോക്കുക, ഇനി ഈ നമ്പറിന് നമുക്ക് 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റുമെന്ന് നോക്കാം. 9 + 1 10, 10 + 8 is 18. സോ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. therefore 3 2s are 6, 2 balance, 7 3s are 21, again 3 3s are 9. Now 7 + 2 is 9, 9 + 3 is 12. Again we can divide by 3. So 9 3s are 27, 1 3s are 3. Again 91 is 7 and 30. So എനിക്ക് എന്ത് കിട്ടി? ഇപ്പോൾ എനിക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷൻ കിട്ടിയതൊക്കെ തോന്നിയില്ല. ആദ്യം ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. പക്ഷെ നോക്കുക, ഈ റെപ്രസെൻറ്റേഷനിലാണ് അല്ലെങ്കിൽ ഈ ഓർഡറിലാണ് ഞാൻ ഈ പ്രൈം ഫാക്ടേഴ്സിനെ എഴുതുന്നതെങ്കിൽ ഇവിടെ 2 3 times ഉണ്ട്. therefore 2 cube into 5 1 time, therefore 5 into 3 2 times, 3 square into 7 into 30. കണ്ടോ? അപ്പോൾ ഈ 32,760 എന്ന് പറയുന്ന നമ്പറിൻ്റെ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത രീതിയിൽ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? 2 cube into 3 square into 5 into 7 into 13. What about the second representation? 2 cube into 5 into 3 square into 7 into 13. അതിനകത്ത് അപ്പോൾ ഈ രണ്ട് റെപ്രസെൻറ്റേഷൻ്റെ കേസിലും അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എന്താണ്? സെയിം ആണ്. പ്രൈം നമ്പേഴ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന റെപ്പറ്റീഷന് സെയിം ആണ്. ഇവിടെ 2 cube ഉണ്ടായിരുന്നു, ഇവിടെ 2 cube ഉണ്ട്. ഇവിടെ 3 square ഉണ്ട്, ഇവിടെ 3 square ഉണ്ട്.
5ഉം 7ഉം 13ഉം ഓരോ പ്രാവശ്യം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ രണ്ട് രീതിയിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ എഴുതാൻ നോക്കിക്കഴിഞ്ഞാലും ആ രണ്ട് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ എന്താണ്, സെയിം റെപ്രസെൻറ്റേഷൻ ആണ് എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ നമ്പേഴ്സ്. ആ പ്രൈം നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന ആ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുത്തേക്കുന്ന ഓർഡറിന് വ്യത്യാസം വരുമെന്നല്ലാതെ ആ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എന്ത് പ്രൈം നമ്പേഴ്സിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നാച്ചുറൽ നമ്പർ ഈസ് യുണീക്ക്. അത് യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ദ നമ്പേഴ്സ്. ആ നമ്പേഴ്സിൻ്റെ ഓർഡറിന് പ്രൈം നമ്പേഴ്സ് എഴുതുന്ന ഓർഡറിന് വ്യത്യാസം വരാം. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഒരേ രീതിയിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഫാക്ടറൈസേഷൻ എന്ന് വേർഡ് വന്ന് എവിടുന്നാണ്, പ്രൈം ഫാക്ടറൈസേഷൻ എന്നാണ്. യുണീക്ക് ആണ് എന്ന് പറയുന്നതാണ് എന്ത്, യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം. ഇനി നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളെ ഒന്നുകൂടെ പൊടുതട്ടി എടുക്കാനായിട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് HCF ആൻഡ് LCM. കേട്ടിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അല്ലെ, കൊച്ചു ക്ലാസ്സുകളാണ് പഠിച്ചത്. HCF എന്ന് പറഞ്ഞാൽ എന്താ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, വെറാസ് LCM ഈസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ നമ്മളിവിടെ HCF ആൻഡ് LCM കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തുപയോഗിച്ച്, പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച്, അല്ലവാ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, HCF ആൻഡ് LCM ഓഫ് 2 or more നാച്ചുറൽ നമ്പേഴ്സ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സായിട്ടും കോമ്പസിറ്റ് നമ്പേഴ്സായിട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഏതൊരു നാച്ചുറൽ നമ്പറേയും പ്രൈം ഫാക്ടേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ എഴുതാമെന്നുള്ളത് അറിഞ്ഞു. ആ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആയിരിക്കും എന്ന് കാണിക്കുന്ന ഒരു തിയറം നമ്മൾ പഠിച്ചു. ഏതാണ്, യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം നമ്മൾ പറഞ്ഞു. ഇനി ഈ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായ കാൽക്കുലേഷൻ ഓഫ് HCF ആൻഡ് LCM ആണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫോർ 2 നമ്പേഴ്സ് A ആൻഡ് B, ഈ ചാപ്റ്ററിനകത്ത് മുഴുവൻ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനാണ് ഡീൽ ചെയ്യുന്നത്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചാൽ മതി, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. സോ ഫോർ 2 നാച്ചുറൽ നമ്പേഴ്സ് A ആൻഡ് B, HCF ഓഫ് AB, എയുടെയും ബിയുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, HCF ഓഫ് AB ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ, എന്തിൻ്റെ, സ്മോളസ്റ്റ് പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. എങ്ങനെയുള്ള സ്മോളസ്റ്റ് പവേഴ്സിൻ്റെ, ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പർ. അതായത് ഇൻ ദ നമ്പേഴ്സ് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അവയുടെ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ആ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷനിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ പവറുകളിൽ സ്മോളസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ് ആണ് എന്ത്, HCF ഓഫ് A ആൻഡ് B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാൻ എനിക്ക് അറിയാമെങ്കിൽ ആ പ്രൈം ഫാക്ടറൈസേഷൻ രണ്ട് നമ്പേഴ്സിൻ്റെ എയുടെയും ബിയുടെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ ആ കോമൺ പ്രൈം ഫാക്ടേഴ്സിൻ്റെ സ്മോളസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്, HCF ഓഫ് A ആൻഡ് B എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ആദ്യം ചെയ്തു നോക്കാം. HCF ഓഫ് 96 ആൻഡ് 404 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിനെ സംബന്ധിച്ച് A എന്ന് പറയുന്നത് ഏതാണ്, 96ഉം B എന്ന് പറയുന്നത് 404ഉമാണ്. സോ ഇവിടെ നമുക്ക് HCF കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ ആദ്യം നമ്മൾ എഴുതണം. ആ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ്റെ സ്മോളസ്റ്റ് പവറാണ് നമുക്ക് എടുക്കേണ്ടത്. സോ എയുടെയും ബിയുടെയും എടുത്ത് എഴുതിയതിന് ശേഷം HCF കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഈ ഓരോ നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതണം. സോ 96നെ എനിക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് എഴുതാം, മൈനസ് 2 again 2 24 2 12 3 അല്ലേ. സോ
1, 2, 3, 4, 5. 96 can be represented as 22 raised to 5 into 3. What about 404? 404 is equal to 404 in the prime factorization. 404 is 2 കൊണ്ട് divide ചെയ്യാം. So least prime is 2. Therefore 202. Again 2 കൊണ്ട് divide ചെയ്യാം. That is 101. 101 itself is a prime number. So ഇനി ബാക്കി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഡിവിഷൻ പോസിബിൾ അല്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 101. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 96ഉം 404 ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCFനെ ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ആ രണ്ട് നമ്പേഴ്സിനെ A എന്നും B എന്നും പറഞ്ഞ് എടുത്തെഴുതി അവയുടെ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ, യുണീക്ക് ആയിട്ടുള്ള ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? HCF of A and B is the product of smallest power of each common prime factor in the numbers. ഈ രണ്ട് പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷനകത്തും കോമൺ ആയിട്ട് വരുന്ന പ്രൈംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇപ്പോൾ 96 എന്ന് പറഞ്ഞാൽ 2 raised to 5 into 3 ആണ്. അതുപോലെ തന്നെ 404 എന്ന് പറഞ്ഞാൽ 2 raised to 2 into 101 ആണ്. അപ്പോൾ ഈ രണ്ട് പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷനകത്തും കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഏതാണ്? ഇറ്റ് ഈസ് 2 അല്ലേ? പവർ നോക്കണ്ട, കോമൺ ആയിട്ട് വരുന്ന പ്രൈം മാത്രം നോക്കിയാണ്. കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ? അപ്പോൾ ഈ കോമൺ പ്രൈം ഫാക്ടറിൻ്റെ സ്മോളസ്റ്റ് പവർ 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടറിൻ്റെ രണ്ട് പവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 raised to 5 ഉണ്ട്, 2 raised to 2 ഉണ്ട്. ഇതിൽ സ്മോളസ്റ്റ് പവർ ആർക്കാണ്? 2 raised to 2-നല്ലേ? സോ ഈ 2 raised to 2-നെ നമ്മൾ ചൂസ് ചെയ്യും. ഇനി വേറെ ഏതെങ്കിലും കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടോ ഇതിന്? ഈ രണ്ട് നമ്പേഴ്സിനും ഇല്ല അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും HCF, that is HCF of 404 and 96 is 2 raised to 2 അഥവാ it is equal to 4 എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? സോ ഇനി ഒന്നിൽ കൂടുതൽ കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അവ ഓരോന്നിൻ്റെയും സ്മോളസ്റ്റ് പവർ എടുത്ത് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ സംബന്ധിച്ച് കോമൺ പ്രൈം ഫാക്ടറായിട്ട് 2 മാത്രമേ ഉള്ളൂ. സോ ആ 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടറിൻ്റെ പവറുകളിൽ സ്മോളസ്റ്റ് പവർ നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും? HCF of 96 and 404 നമുക്ക് കിട്ടും. So that's all for the HCF of two numbers. Finding or calculating the HCF of two numbers by using unique factorization theorem. So HCF of 404 and 96 is 4. കിട്ടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ അടുത്ത് നമുക്ക് എന്ത് നോക്കാം? LCM of A and B. എയുടെയും ബിയുടെയും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് നമ്പേഴ്സിനെ പറ്റി മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ ഈ തന്നിരിക്കുന്ന റൂൾ എന്തല്ല പോസിബിൾ ആവത്തില്ല, കറക്റ്റ് ആവണമെന്ന് ഇല്ല. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ മാത്രം HCFO LCMO കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ തന്നിട്ടുള്ള റൂള് ഉപയോഗിക്കുന്നത്. രണ്ടിൽ കൂടുതൽ നമ്പറുകളുടെ HCFO LCMO കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഈ റൂൾസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫോർ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് എയ്ക്കും ബിക്കും ആണെങ്കിൽ HCF of AB-യും LCM of AB നമുക്ക് ഈ റൂൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എപ്പോഴും ഓർത്തോളുക. നെക്സ്റ്റ് LCM of AB. LCM of AB is the product of greatest power of each prime factor involved in the numbers. എന്താ പറഞ്ഞിരിക്കുന്നത്? It is the product of. അതൊരു പ്രോഡക്റ്റ് ആണ്. എന്തിൻ്റെ? ഗ്രേറ്റസ്റ്റ് പവർ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം LCMനെ സംബന്ധിച്ച പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. അവിടെ കോമൺ എന്ന് പറഞ്ഞൊരു വാക്കില്ല അല്ലേ? അപ്പോൾ ആ ഓരോ പ്രൈം ഫാക്ടറൈസേഷനകത്തും ഉൾപ്പെട്ടിട്ടുള്ള പ്രൈം ഫാക്ടറുകളുടെ പ്രൈം നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് പവറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് LCM ഓഫ് ദ നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ 96നെ 404ൻ്റെ തന്നെ LCM നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 96 ആണ്, B എന്ന് പറയുന്നത് 404 ആണ് അല്ലേ?
അപ്പോൾ 96നെ സംബന്ധിച്ച് 96ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എങ്ങനെ എഴുതിയത് 2⁵ into 3 എന്ന് എഴുതി അല്ലേ. വാട്ട് അബൌട്ട് 404ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2² into 101 എന്ന് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? HCF ഓഫ് 96 ആൻഡ് 404 ഈസ് അത് കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതായിരുന്നു? 2 ആയിരുന്നു. ആ 2ൻ്റെ ലീസ്റ്റ് പവർ ദാറ്റ് ഈസ് 2². therefore 2² എഴുതി. വേറെ കോമൺ പ്രൈം ഫാക്ടേഴ്സും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പ്രൊസീജിയർ വൈൻഡ് അപ്പ് ചെയ്തു. therefore HCF ഓഫ് 96 ആൻഡ് 404 ഈസ് 4. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? LCM ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. LCM ഓഫ് 96 ആൻഡ് 404 ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? It is also a product of greatest power of each prime factor involved in numbers. ഈ രണ്ട് നമ്പേഴ്സിനും രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ പ്രൈം ഫാക്ടറിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ഈ രണ്ട് നമ്പേഴ്സിനകത്തും ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? 96നെ സംബന്ധിച്ച് 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. 404നെ സംബന്ധിച്ച് അവിടെയും 2 ഉണ്ട്, 101 ഉണ്ട് അല്ലേ. 96ൻ്റെ പ്രൈം നമ്പറിൻ്റെ പവർ 2⁵ ആയിരുന്നു, 3യുടെ പവർ 1. 404നെ സംബന്ധിച്ച് 2ൻ്റെ പവർ 2, 101ൻ്റെ പവർ 1. സോ ഇനി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഓരോ പ്രൈം ഫാക്ടേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ രണ്ട് നമ്പേഴ്സിനകത്ത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനകത്തും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് പവർ ആർക്കാണ്? 2⁵ therefore 2⁵ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി സോ 2ൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ 96ൻ്റെ മാത്രം പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ 3യുടെ ഹയസ്റ്റ് പവർ 3⁵ തന്നെയാണ് അല്ലേ. മറ്റിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ 3 എന്ന് പറയുന്ന പ്രൈം നമ്പറിൻ്റെ ഹയസ്റ്റ് പവർ എത്ര? ഗ്രേറ്റസ്റ്റ് പവർ എത്ര? 3⁵. therefore 3⁵. അപ്പോൾ 3യുടെ കാര്യം ഇവിടെ കോമൺ എന്ന് പറഞ്ഞ വാക്കില്ല. ആ രണ്ട് പ്രൈം ഫാക്ടറൈസേഷനകത്തും ഏതൊക്കെ പ്രൈം പവേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ ആ പ്രൈം പവറുകളിൽ ഗ്രേറ്റസ്റ്റിൻ്റെ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 101. 101 എന്ന് പറഞ്ഞ പ്രൈം നമ്പറിനെ സംബന്ധിച്ച് ഹയസ്റ്റ് പവർ ഏത് തന്നെയാണ്? ⁻1 തന്നെയാണ്. therefore 101⁻1. ഇനി പ്രൈം നമ്പേഴ്സ് ഒന്നും തന്നെ ഫാക്ടറൈസേഷൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഈ രണ്ട് ഫാക്ടറൈസേഷനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? ഇവയുടെ പ്രോഡക്റ്റ് എടുക്കണം, മൾട്ടിപ്ലിക്കേഷൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 32 into 3 into 101 is 303. Therefore it is 9696. സോ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? രണ്ട് നമ്പേഴ്സായ എയുടെയും ബിയുടെയും LCM ബൈ യൂസിങ് യൂണിക് ഫാക്ടറൈസേഷൻ തിയറം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് എ നോട്ട്. ദാറ്റ് ഈസ് ഫോർ 2 numbers A and B. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ HCFും LCMും നമുക്കറിയാമെങ്കിൽ HCF into LCM ഈക്വൽ ടു A into B. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് HCF into LCM ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് 96 into 404 കിട്ടുന്ന വാല്യൂ തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് 4 into 9696 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 404നെ 96 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 6 24 2 What about 96 into 4 is 24
36, 38, 24, 27, 36. So HCF ആയ 4നെ LCM ആയ 9696 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂവും അതേ വാല്യൂ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് എ ആയ 96 ഇൻറ്റു ബി ആയ 404 കൊണ്ട് ചെയ്യുമ്പോൾ ഏത് കേസിലാണ് ഫോറിൻ്റെ കേസ് ഓഫ് 2 നമ്പേഴ്സ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന കേസുകളിൽ ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവയുടെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റിനോട് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് 3 or 4 നമ്പേഴ്സ്. രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ റിസൾട്ടുകളൊന്നും എന്താവണമെന്നില്ല, ട്രൂ ആവണമെന്ന് ഇല്ല. സോ ഇത്രയുമാണ് റിസൾട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്, ബാക്കിയുള്ള 3 ക്വസ്റ്റനോടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. What about the second question? We have to find the LCM of 272 and 1479. So first നമ്പറിനെ എ ഞാൻ 272 എന്ന് എടുത്തു, ബി എന്നുള്ളത് ഞാൻ 1479 എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ ആ ഓരോന്നിൻ്റെയും പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷൻ 272 is equal to 1, 3 2s are 6, 1 balance 6, again 2, 6 2s are 12, 1 balance 8, again 2, 3 2s are 6, 4 2s are 8, again 2, here it is 17. 17 is a prime number. So 272 can be written as 2 raised to 4 into 17. What about 1479? Here 5 plus 7 is 12, 12 plus 9 is 20. So it is divisible by 3. 4 3s are 12, 2 balance 9, 3. Now 13 plus 3, 6. It is not divisible by 3, right? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 പറ്റില്ല, 7 പറ്റില്ല. What about 9? 9 ഇല്ല. പിന്നെ ഏതാ പറ്റുന്നത്? 479 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് പറ്റത്തുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ നമ്പേഴ്സിന് മാത്രം നമുക്ക് എന്ത് പോസിബിൾ ആകത്തുള്ളൂ, നമുക്കത് ബൈ ഒബ്സർവേഷനോട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ, ഡിവൈഡ് ചെയ്ത് നോക്കാം. 17 എന്ന നമ്പറിനെ സംബന്ധിച്ച് 17 2 34 balance 5 1 3, again 17 into 9 is 63 129. So 493 എനിക്ക് 17 into 29 എഴുതാം. 29 is also a prime number. Therefore എങ്ങനെ എഴുതാം? 3 into 17 into 29 എഴുതാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും, ഇത്രയും കോംപ്ലിക്കേഷൻസ് വരില്ല. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഓരോ പ്രൈം നമ്പേഴ്സ് വെച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് ഒരു 30യുടെ അകത്ത് വരുന്ന പ്രൈം നമ്പേഴ്സ് വെച്ച് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയാവും. സോ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ കിട്ടി. ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ LCM അല്ലേ. LCM ഇവിടെ രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. LCM ഓഫ് 272 ആൻഡ് 1479 ഈസ് എന്ത് ചെയ്യണം? ഓരോ പ്രൈം ഫാക്ടറൈസേഷനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് പവർ. ഇപ്പോൾ 2 എന്ന് പറയുന്ന
നമ്പർ പ്രൈം നമ്പർ ഈ രണ്ട് ഫാക്ടറൈസേഷൻ 2 എന്ന പ്രൈം നമ്പർ ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ അതുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പവർ ഏത് തന്നെ ആയിരിക്കും 2⁴ തന്നെ ആയിരിക്കും ഇൻറ്റു 17 എന്ന് പറയുന്ന പ്രൈം നമ്പറും രണ്ട് നമ്പേഴ്സിനകത്ത് ഇൻവോൾവ് രണ്ട് പ്രൈം ഫാക്ടറൈസേഷനകത്തുകൊണ്ട് അവയുടെ പവേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ എഴുതാൻ അപ്പോൾ 17 ഇൻറ്റു 3യുടെ ഒരു റെപ്രസെൻറ്റേഷനേ ഉള്ളൂ അപ്പോൾ 3⁻1 ഈസ് ദ ഹയസ്റ്റ് പവർ ആൻഡ് 29⁻1. സോ ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് LCM ഓഫ് 272 ആൻഡ് 1479 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് HCF കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. HCF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല പോലും ഉപയോഗിക്കണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് HCF കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്താ വേണ്ടത്, HCF ഓഫ് 272 ആൻഡ് 1479 അല്ലേ വേണ്ടത്. ഫോർ HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് നമുക്കറിയാം. നമുക്ക് വേണ്ടത് എന്താണ്, HCF അല്ലേ വേണ്ടത്. therefore HCF is equal to A into B by LCM of AB എന്ന് എഴുതാം. that is here A എത്രയാണ് 272 into 1479 into LCM എങ്ങനെ വരുന്നത് 2⁴ into 17 into 3 into 29. സോ അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ 272 എനിക്ക് 2⁴ into 17 into 3 into 17 into 29 ആണ് ഏത് 1479 by 2⁴ into 17 into 3 into 29. 2⁴ ക്യാൻസൽ ചെയ്തു, 17 ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു, 29 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര 17 ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദീസ് ടു നമ്പേഴ്സ് 272 ആൻഡ് 1479. സോ ഈ ഒരു ഫോർമുലയെ സംബന്ധിച്ച് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഈ ഫോർമുലയ്ക്കകത്ത് HCF അറിയാമെങ്കിൽ രണ്ട് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ എയും ബിയും, അവയുടെ പ്രൊഡക്റ്റ് അപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ HCF അറിയാം നമുക്ക് LCM കാൽക്കുലേറ്റ് ചെയ്യാം, LCM അറിയാം നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം, HCF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് 2 നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അവയുടെ HCF അറിയാമെങ്കിൽ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഫോർമുലയെ മാനിപ്പുലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ LCM കണ്ടുപിടിക്കാം. അല്ല തിരിച്ച് LCM നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ LCM കംപ്ലീറ്റ് ഫുൾ നമ്പർ അറിയണമെന്നില്ല, എന്ത് മതി LCMൻ്റെ റെപ്രസെൻറ്റേഷൻ മതി അല്ലേ. അപ്പോൾ LCM റെപ്രസെൻറ്റേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, HCF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So that's all for the second question. Let's move on to the third one. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, അവിടെ 3 നമ്പേഴ്സ് ഉണ്ടല്ലേ 6, 72, 120. സോ ആ നമ്പേഴ്സ് സംബന്ധിച്ച് അവയുടെ LCMഉം HCFും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ HCF of 6, 72 and 120 is equal to. സോ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസൾട്ടിന് അതൊരു ചെറിയ തിരുത്തം, അതായത് ഈ രണ്ട് റിസൾട്ട് HCFും LCMൻ്റെ റിസൾട്ട് നമുക്ക് രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ഈ നോട്ടിൽ തന്നിരിക്കുന്ന റിസൾട്ട് എന്തിനു പറ്റില്ല, രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിന് പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ഒരു റിസൾട്ടും പറ്റില്ല എന്നായിരുന്നു, അങ്ങനെയല്ല. രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ ഈ രണ്ട് റിസൾട്ട് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇത് എടുത്തു പറയും എന്താണ് എയും ബി എന്ന രണ്ട് നമ്പേഴ്സ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന കേസുകളിലാണ് നമുക്ക് ഈ തേർഡ് റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അവയുടെ പ്രോഡക്റ്റ് LCMനോട് HCFൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് നമ്പേഴ്സേ പാടുള്ളൂ. അറ്റ് ദ സെയിം ടൈം രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ നമുക്ക് HCF LCM കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അത് കുഴപ്പമില്ല, റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയെങ്കിൽ HCF ഓഫ് 6, 72 ആൻഡ് 120, ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ HCF കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ 6ൻ്റെ
പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷൻ നമുക്ക് അറിയാവുന്നത് തന്നെ എന്താണ് 2 into 3. What about 72? 72 is 2, 36, 2, 18, 2, 9, 3 and 3. So 2 cube into 3 square and 120. The prime factor representation is 2, 60, 2, 30, 2, 15, 3, 5. Therefore 2 cube into 3 into 5. HCF calculate എന്ത് വേണം? കോമൺ പ്രൈം ഫാക്ടേഴ്സിൻ്റെ സ്മോളസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷൻ അത് കോമൺ ആയിട്ട് വന്നേക്കുന്നത് 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ കോമൺ ആണ് അല്ലേ? അപ്പോൾ ഈ കോമൺ പ്രൈം ഫാക്ടറിൻ്റെ സ്മോളസ്റ്റ് പവർ 2⁻1 ഉണ്ട്, 2⁻3 ഉണ്ട്, 2⁻3 ഉണ്ട്. അതിൽ സ്മോളസ്റ്റ് പവർ ഏതാണ്? 2⁻1. 2. ഇനി 3 എന്ന് പറയുന്ന പ്രൈം നമ്പറും ഈ 3 പ്രൈം ഫാക്ടർ റെപ്രസെൻറ്റേഷനകത്തും ഉണ്ട്. സോ ഈ 3, 3 സ്ക്വയർ ആൻഡ് 3 അതിനകത്ത് സ്മോളസ്റ്റ് പവർ ഏതാ? 3. Therefore 3. ഇനി എന്താണ്? 5 കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ അല്ല. സോ നമുക്ക് 5നെ ഒഴിവാക്കാം. അപ്പോൾ HCF ഓഫ് 672 and 120 is equal to the product of എന്തിൻ്റെ? സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. കോമൺ പ്രൈം ഫാക്ടറുകളുടെ സ്മോളസ്റ്റ് പവറുകളുടെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6. So HCF of 672 and 120 is 6. What about the LCM of 672 and 120? LCM that is a product of greatest power of each prime factor involved in the number. Therefore LCM of 672 and 120 is equal to ഇതിനകത്ത് ഇൻവോൾവ് ഈ 3 നമ്പേഴ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ 2 എന്ന് പറയുന്ന നമ്പർ പ്രൈം നമ്പറിൻ്റെ ഹയസ്റ്റ് പവർ ഗ്രേറ്റസ്റ്റ് പവർ ഇൻവോൾവ് ചെയ്തതാണ് 2 ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്. അപ്പോൾ 2 ക്യൂബ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ. വാട്ട് അബൌട്ട് 3 എന്ന് പറയുന്ന പ്രൈം ഫാക്ടറിൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് 2 ആണ് അല്ലേ? 3⁻2. വാട്ട് അബൌട്ട് 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്താണ്? 5⁻1. 5 തന്നെയാണ്. Therefore ഇവയുടെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് 8 into 6 into 5. That is 8 5s are 40. 40 into 6 is 240. സോ ഇന്ന് നമ്മൾ പഠിച്ചത് യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം എന്താണെന്ന് പഠിച്ചു. ആ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് HCF ആൻഡ് LCM നമ്മൾ പറഞ്ഞു. 2 റിസൾട്ടുകളും അതുകൊണ്ട് തന്നെ 2 നമ്പേഴ്സ് എയും ബിയും 2 നമ്പേഴ്സിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ പറഞ്ഞു. കൂടാതെ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. സോ ഇന്നീ പഠിപ്പിച്ച കാര്യങ്ങൾ 3 തവണ എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.